ഹലോ, ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി അരിയുണ്ടയുടെ റെസിപ്പി നോക്കാം. ഇതിനുവേണ്ടി അരി നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ അരി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് ഇപ്പോൾ വറുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വറുത്താൽ മാത്രമേ നല്ല പൊടിയാവുള്ളൂ. അപ്പോൾ കുറേ നേരം എടുക്കും ഇത് വറുത്തെടുക്കാൻ വേണ്ടി. കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച്. ഇതിപ്പോൾ ഒന്നിച്ചിട്ട് കുറേ അരി വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറേ കാലം നിൽക്കും. പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കും. ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം തന്നെ നിൽക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്ര എടുത്തിട്ട് അരിയുണ്ട ഉണ്ടാക്കാൻ പറ്റും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടണം, ആ ഒരു പരുവത്തിന്. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നന്നായി വറുത്താൽ മാത്രമേ പെട്ടെന്ന് പൊടിയുള്ളൂ. നന്നായി പൊടിച്ചിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് അരിച്ചിട്ട് ആ പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് തേങ്ങ, ചിരകിയ തേങ്ങയും 1 ഗ്ലാസ് വെല്ലത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ചിരകിയ വെല്ലമാണ് വേണ്ടത്. ആ ഒരു കണക്കിലെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ട. അപ്പം ഇത് എല്ലാം കൂടി മിക്സിയിലേക്ക് മാറ്റാം. ഇനി ഒന്നിത് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ നെയ്യും കൂടി യൂസ് ചെയ്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. കയ്യിൽ നെയ്യ് പുരട്ടി ഇതുപോലെ ഉരുട്ടിയെടുക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റേഷ്യോ വെച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.